ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, ശിവഗിരിയില് ശ്രീ ശാരദാ പ്രതിഷ്ഠയ്ക്ക് മുൻപ് ഒരു സ്വർണ്ണവേൽ പ്രതിഷ്ഠിച്ച് അതിനെ പൂജ ചെയ്തു വന്നിരുന്നു. എന്നാൽ ചില ഗുരുഭക്തർക്ക് ഇത് ഇഷ്ടമായില്ല. മഹാഗുരു ഇരിക്കെ ചെയ്ത് ഇങ്ങനെ സ്വർണ്ണവേലിനെ പൂജിക്കുന്നത് ഗുരുഭക്തി കൊണ്ടല്ല എന്ന് അവർ മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള ഒരു ഗുരുഭക്തൻ ആ സ്വർണ്ണവേൽ എടുത്ത് അടുത്തുള്ള പൊന്തക്കാട്ടിൽ വലിച്ചെറിയുകയും ചെയ്തു. തൽസ്ഥാനത്ത് മഹാഗുരുവിൻ്റെ പാദുകം എടുത്തുകൊണ്ടുവച്ച് അതിനെ പൂജിക്കുകയും ചെയ്തു. എന്നാൽ ഇതറിഞ്ഞ മറ്റു ഭക്തര് അവിടെ എത്തുകയും അദ്ദേഹത്തോട് ആ വേൽ തിരികെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിലൊന്നും ആ ഭക്തൻ കൂട്ടാക്കിയില്ല. അതറിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ പിടികൂടി മഹാഗുരുവിൻ്റെ സമക്ഷം കൊണ്ടുവരികയും ഗുരുവിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഗുരു അദ്ദേഹത്തോടായി ഇങ്ങനെ ചോദിച്ചു: വേൽ എന്തിനായിട്ടാണ് എടുത്ത് കളഞ്ഞത്? മഹാഗുരുവിൻ്റെ വിഗ്രഹത്തെയല്ലാതെ മറ്റൊന്നിനെയും പൂജിക്കുകയില്ല എന്നാണ് അടിയങ്ങളുടെ വ്രതം എന്ന് മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ ഗുരു ഇപ്രകാരം തിരികെ ചോദിച്ചു: അപ്പോൾ പാദുകം പ്രതിഷ്ഠിച്ചതോ എന്ന് ചോദിച്ചപ്പോൾ ഗുരു സങ്കല്പമായിട്ടാണ് പാദുകത്തെ പ്രതിഷ്ഠിച്ചതെന്ന് ഭക്തൻ മറുപടി പറയുകയും ചെയ്തു. പാദുകം നാമാകാമെങ്കിൽ വേൽ നാമായിക്കൂടെയോ എന്ന് ഗുരു തിരികെ ചോദിച്ചു. അപ്പോഴാണ് ആ ഭക്തന് തൻ്റെ തെറ്റ് മനസ്സിലായത്. അദ്ദേഹം ഉടൻ തന്നെ ആ പൊന്തക്കാട്ടിലേക്ക് ഓടുകയും വേലെടുത്തെറിഞ്ഞ് അതിനെ തേടുകയും ചെയ്തു. എന്നാൽ ഇത്രയും പറഞ്ഞു വെച്ചത് മഹാഗുരുവിൻ്റെ ബിംബാരാധനയെക്കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു നല്ല ആരാധനയ്ക്ക് വിശ്വാസ സങ്കല്പങ്ങളാണ് വേണ്ടത്, അല്ലാതെ നാമരൂപാദികൾ അല്ല. വിശ്വാസ സങ്കല്പങ്ങളെ സഹായിക്കുന്ന നല്ല രൂപങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. മഹാഗുരു സശരീരനായിരുന്ന കാലത്ത് തന്നെ ഗുരുവിനെ പൂജിക്കുകയും ആരാധിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾക്ക് ആർക്കും തന്നെ എതിർപ്പുണ്ടായിരുന്നില്ല. എന്നാൽ മഹാഗുരുവിൻ്റെ ചിത്രത്തെ പൂജിക്കുന്നതിനോട് വിയോജിപ്പുണ്ടായിരുന്ന ആൾക്കാരും അന്നുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം: പഞ്ചഭൂതക നിർമ്മിതമായ സ്ഥൂല രൂപത്തെ പൂജിക്കാമെങ്കിൽ ആ സ്ഥൂല രൂപത്തിൻ്റെ ചിത്രത്തെ പൂജിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. ഇവിടെ ദേഹപടാദികൾ സങ്കല്പിച്ച് നാം ദിവ്യമായ ഒരു ശക്തിയോടാണ് പ്രാർത്ഥിക്കുന്നത്. നാമരൂപാദികൾ എന്തു തന്നെയായാലും ഭജിക്കുന്നവരുടെ മനഃശുദ്ധിയും ശക്തിയും വിശ്വാസവും അനുസരിച്ച് ഈശ്വര ചൈതന്യം എവിടെ വേണമെങ്കിലും പ്രത്യക്ഷമാവുന്നതാണ് എന്നതാണ് മഹാഗുരുവിൻ്റെ ഈശ്വര സങ്കല്പം, അല്ലെങ്കിൽ ബിംബാരാധനയെക്കുറിച്ച് മഹാഗുരുവിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.